അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നിങ്ങൾ കണ്ട കാഴ്ചകൾ പോലെ തന്നെ വീണ്ടും നമ്മൾ അതേ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു വെഹിക്കിൾ കയറ്റം കയറാൻ അതേപോലെ ഇറക്കിറങ്ങാനും എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് കുറവുണ്ടായി. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, വണ്ടിയുടെ പ്രശ്നങ്ങൾ കൊണ്ടല്ല കേട്ടോ. മുന്നത്തെ ബ്രേക്ക് സഡനായിട്ട് പിടിക്കുന്ന സമയത്ത് വണ്ടി എക്സൈറ്റഡ്, ഏത് വണ്ടിയും അങ്ങനെ തന്നെയാണ്. മുന്നത്തെ ബ്രേക്ക് സഡൻ ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് കയ്യിൽ നിന്ന് പോവും. അതേപോലെ ഈ വണ്ടി എനിക്ക് 2 പ്രാവശ്യം പോയിട്ടുണ്ട്. ജസ്റ്റ് വീണു എന്നുള്ള ലെവലിൽ ഞാൻ എന്തോ ബാലൻസ് ചെയ്ത് നിർത്തിയതാണ്. വെയിറ്റ് താങ്ങാൻ പറ്റുന്ന വെയിറ്റ് ആണെങ്കിൽ പോലും ചിലർക്ക് താങ്ങാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ കയറ്റം കയറുമ്പോഴും അതുപോലെ തന്നെ ഇറങ്ങുമ്പോഴും ഞാൻ ഭയങ്കര പേടിയോടെയാണ് ഈ കാര്യങ്ങൾ ചെയ്തത്. വേറെ ഒന്നും കൊണ്ടല്ല, ഒന്ന് ചരിഞ്ഞു കഴിഞ്ഞാൽ വണ്ടി നിലത്ത് വീഴും, ഞാനും വീഴും. വെറും വീഴ്ചയായിരിക്കില്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉരുണ്ട് ഞങ്ങളങ്ങ് പോകും. അതുപോലത്തെ ഇറക്കുമായിരുന്നു, അതുപോലത്തെ കയറ്റുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ സ്പോട്ടിലെത്തി. ഈ ഒരു പോകുന്ന വഴി എന്ന് പറയുന്നത് ഭയങ്കര കയറ്റം കയറലും. ആ കാറ് കണ്ടില്ലേ, ആ കാറിൽ ഓൾറെഡി 2 ആൾക്കാർ കയറി ഇറങ്ങുന്നുണ്ടായിരുന്നു ഞങ്ങൾ പോകുന്ന സമയത്ത്. അവർ ഞങ്ങളോട് പ്രത്യേകം പറഞ്ഞു ലഗേജ് ആയിട്ട് പോകണ്ട, ഭയങ്കര ഹെവി കയറ്റമാണ്. പക്ഷേ ഞങ്ങളവിടെ വണ്ടി വെച്ച സമയത്ത് അവിടെ നാട്ടുകാർ പറഞ്ഞു ലഗേജ് ഇവിടെ വെക്കണ്ട, ഹെൽമെറ്റും ലഗേജും നിങ്ങൾ എടുത്തോളൂ എന്ന് പറഞ്ഞു. വലിയ കുഴപ്പമില്ല, സ്റ്റെപ്പാണ്, കയറി പോകാൻ പറ്റുമെന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ കയറിയവർ ഞങ്ങൾ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു മക്കളെ കൊണ്ടുപോകണ്ട, പറ്റൂല. സോ അവിടുത്തെ ഒരു നാട്ടിലൊരു ചേട്ടൻ്റെ കടയിൽ വെച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, സാധനങ്ങളൊക്കെ വെച്ച് ഞങ്ങൾ കയറാൻ തുടങ്ങി. അതാണ് കുറച്ചും കൂടി പെട്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തു. നമ്മൾ കയറ്റം കയറുന്നതിന് തൊട്ട് മുന്നുള്ള ഒരു വീഡിയോ ആണിത്. ഈ സമയത്ത് നിങ്ങൾക്ക് എൻ്റെ മുഖം കാണുമ്പോൾ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഫീൽ ചെയ്യാം മേ ബി. പക്ഷെ അത് കൂടെ തന്നെ എനിക്ക് പേടിയുണ്ടായി. കാരണം കുത്തനുള്ള കയറ്റമെന്ന് പറയുന്ന സമയത്ത് തന്നെ, കാരണം കയറി ഇറങ്ങിയവരാണ് പറഞ്ഞത് മക്കളെ കയറുമ്പോൾ സൂക്ഷിച്ചോ, പറ്റൂല, പാടാണ്. പക്ഷേ ഞങ്ങളിത് കാണാനല്ലേ വന്നത്, കയറിയില്ലേ പറ്റുള്ളൂ. ഇതൊന്നും കുഴപ്പമുണ്ടായില്ല, ഈസി ആയിട്ട് തന്നെ കയറാൻ പറ്റി, നല്ല സ്മൂത്തായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ പറ്റി, വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പക്ഷേ ഇനിയാണ് കുഴപ്പം. നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും കുഴപ്പമാണോ അല്ലയോ എന്നുള്ളത്. ഈ ഒരു വഴി വരാനും എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല കേട്ടോ. കാരണം ഞാൻ വണ്ടി കൊണ്ട് വന്നതുകൊണ്ട്, നമ്മുടെ വണ്ടി RTX ആയതുകൊണ്ട് ഞാൻ പറയില്ല, കംഫർട്ടിനും അതുപോലെ തന്നെ ഈസി ആയിട്ടുള്ള കയറ്റങ്ങൾ കയറാനും ഇറക്കിറങ്ങാനും ഒക്കെ ഈസി തന്നെയായിരുന്നു. വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ഞാൻ പറഞ്ഞൊരു പേടിയെന്ന് പറയുന്നത് വണ്ടി ചരിഞ്ഞു പോയാൽ എനിക്ക് ബാലൻസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഹെവി വെയിറ്റ് ആണ് വെഹിക്കിൾ. അതുകൊണ്ട് തന്നെ ഇതെല്ലാം കാണുമ്പോൾ നിങ്ങൾ ഭയങ്കര ഈസിയാണല്ലോ, സുഖമായിട്ട് കയറി പോകുന്നുണ്ടല്ലോ. ഈസി അല്ല. ഇപ്പം തന്നെ ഞാൻ സൈഡായി എന്ന് വേണേൽ പറയാം. പറ്റൂല ഈ ഒരു കാര്യം എന്നുള്ളത് വളരെ ശരിയായൊരു കാര്യമാണ്. പക്ഷെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, ടയേർഡായിരുന്നു. സീരിയസ്ലി പറ്റുന്നുണ്ടായില്ല. കാരണം ഡയറ്റൊക്കെ പൊട്ടി, നല്ല ഹെവി ഫുഡൊക്കെ കഴിച്ച് ഞാനൊന്ന് ഭയങ്കര ബൾക്കിംഗ് സമയമായിരുന്നു. ബൾക്കിംഗ് സമയം എന്ന് പറഞ്ഞാൽ അന്തം മുന്തല്ല, അത് ബൾക്കിംഗ് ആയിരുന്നു. ഒരുപാട് ഫുഡ് വാരി കയറുക, വാരി കഴിക്കുക, തോന്നിയ ഫുഡ് കഴിക്കുക, അതൊരു മൈൻഡായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കയറ്റം കയറാൻ വളരെയധികം ഞാൻ ബുദ്ധിമുട്ടി. ഞാൻ അവനോട് ചോദിച്ചത് എന്താ വെച്ചാൽ, എടാ നീ ഓക്കെ അല്ലേ, നിനക്ക് കയറ്റം കയറാൻ പറ്റുന്നുണ്ടോ, നീ കിതയ്ക്കുന്നൊന്നും ഞാൻ അറിയുന്ന പോലും ഇല്ലല്ലോ. അപ്പോൾ അവൻ പറഞ്ഞത് കിതയ്ക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞിട്ടാ, നല്ല കിതപ്പുണ്ട്, ഒട്ടും വയ്യ, പറ്റുന്നില്ല, പക്ഷെ ഞാൻ മിണ്ടുന്നില്ല, അത്രേ ഉള്ളൂ. ഞാനാണെങ്കിൽ പട്ടി കിതയ്ക്കുന്ന പോലെ ഇത് തന്നെയായിരുന്നു എൻ്റെ പ്രശ്നം. അവൻ കേട്ടിട്ട് അവൻ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ മനുഷ്യ നീ കയറാൻ പറ്റുന്നില്ല എന്നാ ചോദിച്ചത്. പറ്റുന്നുണ്ടായില്ല, സത്യമാണ്. ഞാൻ പറയുന്ന മക്കളെ, എക്സസൈസ് മസ്റ്റാണ്. ആരോഗ്യം നല്ലപോലെ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള കയറ്റങ്ങൾ വരുമ്പോൾ നല്ലപോലെ വലിയും. അതെൻ്റെ ശരീരം നല്ലപോലെ കാണിച്ചു. കയറ്റം കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ആ കാഴ്ച കാണാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിൽ കുറച്ച് നിന്നിട്ടാണെങ്കിലും സ്റ്റെപ്പ് ഞങ്ങൾ എടുത്തു വെച്ചു എന്നുള്ളതാണ്. അവനും കൊയങ്ങുന്നുണ്ട്, ഞാനും കൊയങ്ങുന്നുണ്ട്. ഞങ്ങൾ റെസ്റ്റ് എടുത്താൽ പോയത്. എനിക്ക് തോന്നുന്നു ഈ ഒരു കയറ്റം ഞങ്ങളോട് പറഞ്ഞത് ഏകദേശം 2 മണിക്കൂർ കയറാനുണ്ടെന്നാണ് ഒരാൾ പറഞ്ഞത്. പക്ഷെ സത്യം പറഞ്ഞാൽ കയറി കഴിഞ്ഞാൽ ഏകദേശം 3/4 മണിക്കൂർ കൊണ്ട് ആ ഒരു കയറ്റത്തിൻ്റെ ടോപ്പിലെത്താൻ പറ്റും കേട്ടോ. അത്രേ ഉള്ളൂ. ഏകദേശം കഷ്ടിച്ച് 1 കിലോമീറ്റർ ആണ്. പക്ഷെ ആ 1 കിലോമീറ്റർ കയറാന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടാണ്. പറ്റില്ല, ഇതൊന്നുമല്ല എൻ്റെ മുഖഭാവം. അവൻ അങ്ങിരിക്കുന്നുണ്ടോ, അവൻ അവിടെ പോയിട്ട് റെസ്റ്റ് എടുക്കുക, എന്നെ കാത്തു നിൽക്കുക. എങ്ങനെയോ എത്തി. ഞാനും അവനും കുറച്ചു നേരം ഇരുന്നു. വീണ്ടും യാത്ര ചെയ്യണം. ഇതാ കാഴ്ചകളാണ് ഇവിടെ ഇരുന്ന് കാണാൻ പറ്റിയ കാഴ്ചകൾ. ഇതൊന്നും അല്ല കേട്ടോ, ഇതിൻ്റെ മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ ഇനിയും കാണാൻ കിടക്കുന്നേ മക്കളെ. കിട്ടുവാണ്, കിട്ടു എന്ന് പറഞ്ഞാൽ കിട്ടും. എവിടെ എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ എത്തിയിട്ടില്ല, ഇനിയും കയറാനുണ്ട്. ആ വഴി ഇങ്ങനെ പോയി അങ്ങെത്തണം. പക്ഷേ എനിക്ക് തോന്നുന്നു 2018 2019 അവരുണ്ടാക്കിയ കല്ലാണ് ഞങ്ങളിരിക്കുന്ന കല്ല് കേട്ടോ. കയറിപ്പോകുന്ന ആരോ ഒരാൾ ഇതുപോലെ നല്ല വൃത്തിയിൽ ഇരിക്കാൻ വേണ്ടി പാകത്തിന് കല്ലുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഏകദേശം ടോപ്പ് മോസ്റ്റ് സ്ഥലത്ത് എത്തിയിട്ടാണ് ഈ ഇരിപ്പിരിക്കുന്നത്. ഇനി ഒരു പാറയും കൂടി കയറാനുണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ ടോപ്പിലെത്താൻ പറ്റുള്ളൂ. പക്ഷെ ആ പാറ കയറാൻ ഹെവി റിസ്ക് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം
എൻ്റെ കാല് കംപ്ലീറ്റ് പോയിരുന്നു. പക്ഷെ അവൻ വളരെ കോൺഫിഡൻസ് ആയിരുന്നു, പോകാൻ പോകാന്ന് പറഞ്ഞിട്ട്. അവൻ കയറി നോക്കി. ഞാൻ പറഞ്ഞു റിസ്ക് ആണ്, എനിക്ക് പറ്റില്ല. അവൻ ഒറ്റയ്ക്ക് പോകാനൊരു മടിയും. അപ്പം ഞാൻ പറഞ്ഞു നീ ഇറങ്ങിക്കാളെ. ഇറങ്ങുന്ന സമയത്ത് അവൻ സ്ലിപ്പാവാൻ പോയി. സ്ലിപ്പായി കഴിഞ്ഞാൽ മക്കളെ ഒരു പിടിയില്ല, നേരെ അങ്ങ് പോകും. പക്ഷേ ഇവിടുത്തെ ഒരു വ്യൂ ഒരു രക്ഷയില്ല എന്ന് പറയാം. സീരിയസ്ലി എത്ര ക്ഷീണിച്ചാലും ഈ ഒരു വ്യൂ വേറെ ലെവലാണ്. എനിക്ക് എന്താ പറയുക, ഭയങ്കര സന്തോഷമായിരുന്നു.